എല്ലാവർക്കും ഗണിത് ഫിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാത്സിന് ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. നമ്മളിന്ന് PSCയുടെ മുൻവർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വിശകലനത്തോടനുബന്ധിച്ച് ശരാശരി അഥവാ ആവറേജ് എന്ന് പറയുന്ന സെക്ഷൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. തുടർന്ന് ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസും നമ്മൾ ഇനി അടുത്തുള്ള ആഴ്ചകളിൽ നമ്മൾ ഇടുന്നുണ്ട്. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മാക്സിമം ബുക്ക് എടുത്തു വെച്ചിട്ട് ഒന്ന് എഴുതി നോക്കിക്കൊണ്ട് വേണം ചെയ്യാൻ. വെറുതെ കണ്ടുപോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. ഷോർട്ട് മെത്തേഡും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം ചെയ്ത് പഠിക്കാൻ പറ്റുന്നതായിരിക്കണം. എങ്കിൽ നമുക്ക് ഒരുപാട് സമയങ്ങളുണ്ട്. വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ചോദ്യം വായിക്കുക. ABC-യുടെ ശരാശരി m ആണ്. കൂടാതെ AB + BC + CA = 0 ആയാൽ A² B² C² ഇവയുടെ ശരാശരി എത്ര? ഇത് ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു ചെറിയൊരു ഇക്വേഷൻ അറിയാനുണ്ട്. ആദ്യം ഞാൻ ആ ഇക്വേഷൻ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഇതാണ് ആ ഇക്വേഷൻ. A + B + C ² എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇക്വേഷൻ്റെ എക്സ്പാൻഷൻ അറിയാവുന്നവരാണെങ്കിൽ ഇത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടും. അറിയാത്തവരാണെങ്കിൽ ഇതൊന്ന് പഠിച്ചേക്കുക. ഇതാണ് ഇക്വേഷൻ. A² + B² + C² + 2 × AB + BC + CA. ഈ ഇക്വേഷൻ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. എന്നിട്ട് വേണം നമുക്ക് ചെയ്യാൻ തുടങ്ങാൻ. എങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് വരാം. നമ്മുടെ ചോദ്യം നമ്മൾ വായിച്ചു. ABC-യുടെ ശരാശരി m ആണ്. കൂടാതെ AB + BC + CA + C = 0 ആണ്. A² B² C² ഇവയുടെ ശരാശരി എത്ര? ഇതാണ് ചോദ്യം. ഈ ചോദ്യം വായിക്കുമ്പോൾ കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം ഇത് വായിച്ചു നോക്കി. ABC-യുടെ ശരാശരി m ആണ് എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? ആ എയും ബിയും സിയും കൂടെ കൂട്ടി അവയുടെ എണ്ണമായ 3 കൊണ്ട് ഹരിക്കണം. അതാണല്ലോ ശരാശരി. അപ്പോഴെത്ര കിട്ടും? m കിട്ടും. മനസ്സിലായല്ലോ? ശരാശരിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത് തന്നിരിക്കുന്ന ആൾ നമുക്ക് നേരിട്ട് തന്നിരിക്കണം. AB BC CA കൂട്ടിയാൽ 0 കിട്ടും. അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി പല ആളുകൾക്കും തെറ്റുന്നൊരു കാര്യമാണ് ഈ ചോദ്യത്തിൽ. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? A² B² C² ഇവയുടെ ശരാശരി എത്രയാണ്? അപ്പോൾ A² B² C² എന്ന് പറഞ്ഞത് 3 സംഖ്യയാണ്. അവയുടെ ശരാശരി ചോദിച്ചാൽ അത് 3 കൂടെ പ്ലസ് ചെയ്യണം /3. ഇതാണ് കണ്ടുപിടിക്കുക. അപ്പോൾ കണ്ടുപിടിക്കേണ്ട ആളെ മറന്നു വരും. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. A² + B² + C² /3 ശരാശരി എത്രയാണ്? അഥവാ A² + B² + C² എന്നല്ല. മനസ്സിലായല്ലോ? അപ്പം നമുക്കൊന്ന് നോക്കാം. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ ഈ വന്നിരിക്കുന്ന A + B + C /3 = m എന്ന് പറയുന്ന ആളെ അപ്പുറത്തും ഇപ്പുറത്തും സ്ക്വയർ ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ആ കിട്ടിക്കുന്ന A + B + C /3 അയാൾക്കൊരു സ്ക്വയർ കൊടുക്കുക. ആ എമ്മിനും കൊടുക്കുക ഒരു സ്ക്വയർ. നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആദ്യം മുകളിലുള്ള ആൾ കണ്ടോ, ഈ ആൾ ആദ്യം എക്സ്പാൻഡ് ചെയ്ത് A + B + C ² നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എന്താണ്? A² + B² + C² + 2 × AB + BC + CA. താഴെയുള്ള ഈ 3യുടെ സ്ക്വയറും പറഞ്ഞു. 3യുടെ സ്ക്വയർ 9 എന്ന് പറഞ്ഞാൽ മതി. ഞാൻ അവിടെ 3 × 3 എന്ന് കാണിക്കുന്നേ ഉള്ളൂ. നമുക്ക് അവസാനം ഒരു 3 ഇവിടെ ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിച്ചു. = അപ്പുറത്തുള്ള m² അങ്ങനെ തന്നെ. ഇനി അടുത്തില്ലേ, ഈ AB + BC + CA എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്കറിയാം. എത്രയാണത്? ഇവിടെ കിടപ്പുണ്ട്. എത്രയാണ്? 0 എന്ന് കിടപ്പുണ്ട് ഇല്ലേ? ഇതേ നോക്കിക്കേ, ഈ AB + BC + CA 0. അപ്പോൾ ആ വില അവിടെ കൊടുക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം, അവിടെ മിച്ചമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതുപോലെ തന്നെ എഴുതാൻ വേണ്ടി പോവാം. എന്താണ്? ഇത്രയും ആളുകൾ ഈ A² + B² + BC² + 2 × കഴിഞ്ഞിട്ടാണ് ഈ വന്നിരിക്കുന്ന ഇയാൾ. അയാളുടെ വില 0 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 2 × ഉണ്ടോ, AB + BC + CA എന്നുള്ള സ്ഥലത്ത് മാത്രം 0 എന്ന് കൊടുത്തു. ആ ഡിവൈഡഡ് /3 × 3 അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തുള്ള m² ഞാൻ അപ്പുറത്ത് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കറിയാവുന്ന ചെറിയൊരു മാത്സ് എന്താണ്? 2 × 0 എന്ന് കിടക്കുന്ന കണ്ടോ അവിടെ. ഈ 2 × 0 എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആ ടൈം അങ്ങോട്ട് പോയി. പിന്നെ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? A² + B² + C² മാത്രമേ ഉള്ളൂ. താഴെ 2 3 കിടപ്പുണ്ട്. 3 × 3. അതിലൊരു 3നെ ഞാൻ താഴെ കാണിച്ചു. ശ്രദ്ധിച്ചിരുന്നോണേ. ഒരു 3നെ ഞാൻ കാണിച്ചു. കാര്യം എനിക്ക് ഇവിടെ ഈ നമ്മുടെ ആൻസറിനകത്ത് ഒരു 3 കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് വേണം. ഇനി മിച്ചം ഉണ്ടായിരുന്ന ഒരു 3 ഉണ്ട്. ഇവിടെ 2 3കളെ കാണാമല്ലോ അല്ലേ?
അതിലൊരു 3 മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു 3 ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പുറത്തേക്ക് കൊടുക്കുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 3 അങ്ങോട്ട് പോകുമ്പോൾ 3 × m² എത്രയായിട്ട് മാറും, 3m² എന്നായിട്ട് മാറും. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിയാണ്ടോ, 2 സ്റ്റെപ്സൊക്കെ ഒഴിവാക്കിയതാണേ കണ്ടോ. അപ്പോൾ നമുക്ക് a² + b² + c² 3 എന്ന് വെച്ചാൽ ആൻസർ എത്രയാണ്, 3m² എന്നാണ്. നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ കിടപ്പുണ്ട് എത്ര, ബി ഓപ്ഷനിൽ കിടപ്പുണ്ട് 3m² എന്ന് കിടപ്പുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അറിയാതെ കൊണ്ട് പോലും നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ കൂടെയാണത്. കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ അറിയാതെ ഈ 3 × 3 മുഴുവനായിട്ട് അങ്ങോട്ട് കൊടുത്താൽ 9m² എന്ന് വരും കണ്ടോ, അതേ കിടക്കുന്നുണ്ടോ 9m². അപ്പോൾ അറിയാതെ പോലും അങ്ങോട്ട് മൊത്തം കൊടുക്കാൻ പാടില്ല. അവയുടെ a² b² c² അല്ലേ, ഇവയുടെ ശരാശരി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. a² b² c² എത്രയാണെന്നല്ല, a² + b² + c² എത്ര എന്നാണെങ്കിൽ 9m² എന്നാണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ 3m² എന്നാണ്. ഓക്കെ, ചോദ്യം വായിക്കുക. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ ശരാശരി എത്ര? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ എന്ന് വെച്ചാൽ ഏതാണ്, 1, 2, 3, 4, 5 എക്സെട്ര ഇങ്ങനെ പോകുന്നു 100 വരെയുള്ള സംഖ്യകളാണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ശരാശരി എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തിരുന്നോണം, ഈ ശ്രേണി രൂപത്തിലുള്ള, സമാന്തര ശ്രേണി രൂപത്തിലുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷൻ മോഡലായിട്ടുള്ള ശ്രേണികൾ അറിയാമല്ലോ. നിശ്ചിതമായ സംഖ്യ കൂടി കൂടി ഇപ്പോൾ 5, 10, 15, 20 അങ്ങനെയുള്ള ശ്രേണി രൂപത്തിലുള്ള നിശ്ചിതമായ സംഖ്യ കൂടി കൂടി പോകുന്ന ശ്രേണി രൂപത്തിലുള്ള സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ നമുക്ക് ഉപയോഗിക്കാം ഒരു ഇക്വേഷൻ ഉണ്ട്, ആദ്യ പദം + അവസാന പദം / 2. ഇവിടെ ആദ്യ പദം എത്രയാണ്, 1 + അവസാന പദം എത്രയാണ്, 100 / 2, ഇത്രേ ഉള്ളൂ. അപ്പം സംഖ്യ ശ്രേണി രൂപത്തിലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ആദ്യ പദം + അവസാന പദം / 2. ഇനി സിംപ്ലിഫൈ ചെയ്ത് 100 ഒന്നും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടാം, 101 / 2. 101/2 എത്രയാണ്, 101/2 50.5. നമുക്കിത് ഇവിടെ ഇട്ട് വെട്ടാം, ഇതിനകത്ത് ഇവിടെ ഇട്ട് വെട്ടാവേ. ഇത് നോക്കിയേ, 2ഉം 100ഉം കൂടെ വെട്ടിയപ്പോൾ 50. 1ൻ്റെ പകുതി എത്രയാണ്, 0.5. അങ്ങനെ 50ഉം 0.5 കൂടെ കൂട്ടുമ്പോൾ 50.5 നമുക്ക് കിട്ടും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഓപ്ഷൻ നോക്കിക്കേ, ഡി ഓപ്ഷൻ കിടപ്പുണ്ട് എത്ര, 50.5 എന്ന് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ മറന്നു പോകരുത്. എങ്ങനെയാണ്, ശ്രേണി രൂപത്തിലുള്ള സംഖ്യകളുടെ ശരാശരി ആദ്യ പദം + അവസാന പദം / 2. അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിലെ 11 കുട്ടികളുടെ ഭാരങ്ങളുടെ ശരാശരി 43 കിലോഗ്രാമാണ്. 40 കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി കൂടി ഇതിലേക്ക് ചേർത്താൽ ശരാശരി ഭാരം എത്ര? ഈ ചോദ്യം ഞാൻ 2 തരത്തിൽ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരും. ആദ്യം ഇതിൻ്റെ ഒറിജിനൽ മെത്തേഡ്, നമ്മൾ സാധാരണ ശരാശരി ചെയ്യുന്ന ഒറിജിനൽ മെത്തേഡ്, പിന്നെ ഒരു ഷോർട്ട് മെത്തേഡ് ഉണ്ട്, അതുകൂടെ ഒന്ന് പറഞ്ഞു തരാം. പറ്റുന്നവർ ഷോർട്ട് മെത്തേഡിലേക്ക് വരാൻ ശ്രമിക്കുക. ചോദ്യം വായിക്കുമ്പോൾ എന്താണ്, 11 കുട്ടികളുടെ ശരാശരിയാണ് 43. അപ്പോൾ 11 കുട്ടികളുടെ ശരാശരിയാണ് എത്ര, 43. എങ്കിൽ 11 കുട്ടികളുടെ ആകെ എത്രയായിരിക്കും? ആകെ കണ്ടുപിടിക്കാൻ ശരാശരിയെ എണ്ണം കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 11 × 43 അല്ലേ. അപ്പം നിങ്ങളിപ്പോൾ ഒരു ക്ലാസ്സിലുണ്ടെന്ന് വിചാരിച്ചാൽ, നിങ്ങളുടെ ക്ലാസ്സിൽ 11 പേരുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിലെ ശരാശരി ഭാരം 43 എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെയും ഭാരം എഴുതി കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിച്ചു. അപ്പോഴാണ് ശരാശരി കിട്ടിയിരിക്കുന്നത്. എങ്കിൽ ആകെ ഭാരം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആ ശരാശരിയായ 43നെ എണ്ണമായ 11 കൊണ്ട് ഗുണിക്കണം. അങ്ങനെ 11 × 43 എത്രയുണ്ട്? 471 എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലാസ്സിലുള്ള 11 കുട്ടികളുടെയും ഭാരം ഒരു പേപ്പറിൽ എഴുതി കൂട്ടിയാൽ 473 കിലോഗ്രാം എന്ന് കിട്ടും. അപ്പം നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വീണ്ടും എന്താണ്, 40 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പുതുതായിട്ട് വന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള 473 ഒരു 40 കൂടെ കൂടി എന്നർത്ഥം. അപ്പോൾ ആ 40 കൂടെ എടുത്തിട്ട് പ്ലസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 513 കിട്ടി അല്ലേ. ഇപ്പം 513 എത്ര പേരുടെയാണ്? ആദ്യം 11 പേരായിരുന്നു, ഇപ്പോൾ ഒരാൾ കൂടെ വന്നു. അപ്പോൾ 12 പേരുടെ ആകെ ഭാരമാണ് എത്ര? 510. അപ്പോൾ 12 പേരുണ്ട്. ഈ 12 പേരുടെ ആകെ ഭാരമാണ് 513. അപ്പോൾ ശരാശരി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആകെ ബൈ എണ്ണം. ആകെ എത്രയാണ്? 513 ബൈ എണ്ണം എത്ര ഇപ്പോൾ ഉണ്ട്? 12. 513നെ 12 കൊണ്ട് നിങ്ങൾ സൈഡിൽ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എത്ര കിട്ടും? നമുക്ക് 42.75 നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് അതിൻ്റെ ഒറിജിനൽ മെത്തേഡ്. ഇനി അല്ലാതെ കൊണ്ട് ഞാനൊരു ചെറിയ കാര്യം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? എ ഓപ്ഷനിൽ കിടപ്പുണ്ട്. അല്ല, ചെറിയൊരു കാര്യം ഞാൻ കാണിച്ചു തരാം, നോക്കിയിട്ടുണ്ടോ? ഇത് പറ്റുന്നവരെ ഇത് ചെയ്ത് വരാൻ ശ്രമിക്കുക.
ഇപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന ശരാശരി എത്രയാണ് നോക്കിയിരുന്നോണേ, പറയുമ്പോൾ ശ്രദ്ധിച്ചിരുന്നോണം. ഇപ്പോൾ തന്നിരിക്കുന്ന ശരാശരി എത്രയാണ്? 43. ഓക്കെ, അപ്പോൾ ആ ശരാശരി ഞാൻ എഴുതി 43. ഇപ്പോൾ വന്നിരിക്കുന്നത് ആരാണ്? 40. ആ 43 40 നമ്മൾ വ്യത്യാസം, അത് ആരാണോ വലുതെന്ന് ചേർത്ത് കുറക്കുക, അത്രയുള്ളൂ. 43 - 40 എത്ര കിട്ടി? 3. ആ 3 എന്ന് പറയുന്ന ആളെ നമ്മുടെ ഇപ്പോഴത്തെ എണ്ണം, ഈ ഒരു 40 എന്ന് പറഞ്ഞാൽ പുതിയൊരാൾ വന്നപ്പോൾ എത്രയായി? ആദ്യം 11 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരാൾ കൂടെ പുതിയ വന്നപ്പോൾ എത്ര പേരായി? 12 പേരായി. 3/12 എന്ന് വെച്ചാൽ എത്രയാണ്? കട്ട് ചെയ്യുമ്പോൾ 1/4 കിട്ടും അല്ലേ? 3ന്റെ പട്ടിക കട്ടിയുമ്പോൾ മുകളിൽ 1 കിട്ടാം, താഴെ 4 തവണ കിട്ടാം, 4 കിട്ടാം അല്ലേ? 43 അവിടെ ഉണ്ട്, 43 40 കുറച്ചപ്പോൾ 3/12, അപ്പോൾ 4 കിട്ടി. 4 എന്നുള്ളതിന് ദശാംശ രൂപം എത്രയാണ്? 0.25. ആ 0.25 അവിടെ നമ്മൾ എന്ത് ചെയ്യണം? കുറക്കണമെന്ന് എങ്ങനെ മനസ്സിലാകുന്നത്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യം അതേ ഉള്ളൂ എന്ന് പറഞ്ഞു തരേണ്ടത്. എന്താണ്? കുറക്കുവാണോ കൂട്ടുവാണോ എന്ന് എങ്ങനെ മനസ്സിലാവുക? ഇവിടെ ഇപ്പോൾ ഓൾറെഡി 43 ഉണ്ട്. ശരാശരി ഓൾറെഡി ക്ലാസ്സിൽ എത്രയുണ്ട്? ആ ശരാശരിയേക്കാളും ചെറുതാണിത്, കുറവാണിത്. കുറവായതുകൊണ്ട് നമ്മൾ കുറച്ചു. ഈ ശരാശരിയേക്കാളും കൂടുതലാണ് വന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? പ്ലസ് ചെയ്തേനെ. കണ്ടോ? 43 0.25 കുറക്കുമ്പോൾ എത്ര കിട്ടാം? 42.75 എന്ന് കിട്ടാം. അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. മനക്കണക്കാണ്. എങ്ങനെ ചെയ്താലും ആൻസർ മാറ്റമില്ല. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. തുടർച്ചയായ 5 ഇരട്ട സംഖ്യയുടെ ശരാശരി 60 എങ്കിൽ അതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഇതും വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ നമുക്കിവിടെ ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യത്തെ സംഖ്യ എക്സ്, പിന്നെ അടുത്തത് x+2, പിന്നെ x+4 അങ്ങനെ എടുത്ത് നമ്മൾ ചെയ്യാറുണ്ട്. അതൊക്കെ ഒരു കാലം കഴിഞ്ഞു പോയ മെത്തേഡുകളൊക്കെയാണ് അതൊക്കെ. അത് നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല. നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ 2 സംഖ്യ എന്നൊക്കെ പറഞ്ഞ് 5 സംഖ്യ എന്നൊക്കെ പറഞ്ഞ് കുഴപ്പമില്ല. കഴിഞ്ഞ ഡിഗ്രി ക്വസ്റ്റിനകത്ത് വന്നിരിക്കുന്ന തുടർച്ചയായ 75 ഒറ്റ സംഖ്യ. അപ്പോൾ നിങ്ങൾ 75 ഒറ്റ സംഖ്യ എക്സിറ്റ് എഴുതുമോ? അല്ല. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും നമുക്ക്. ഈ ക്വസ്റ്റിനകത്തൊരു ചെറിയ ട്രിക്കുണ്ട്. ആദ്യം എണ്ണം അങ്ങോട്ട് വിട്ടുകളയുക. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏത് സംഖ്യയാണ്? ഇരട്ട സംഖ്യയാണ്. ഈ തന്നിരിക്കുന്ന ശരാശരിയും എത്ര തന്നെയാണ്? ഇരട്ട സംഖ്യയാണ്. മനസ്സിലായോ? ചിലപ്പം ഇങ്ങനെ അല്ലാതെ വരും. ഇപ്പോൾ തുടർച്ചയായ 10 ഇരട്ട സംഖ്യയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന 79 ആയിരിക്കാം. അപ്പോൾ ഇത് ഇരട്ട സംഖ്യ അല്ലല്ലോ. അങ്ങനെയും വരാം. തുടർച്ചയായ 10 ഇരട്ട സംഖ്യയുടെ ശരാശരി 79 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഇയാൾ ഇരട്ട സംഖ്യയായിട്ട് പറഞ്ഞു. എപ്പോഴും നമുക്ക് അങ്ങനെ ശരാശരിയായിട്ട് ഇവിടെ ഇരട്ട സംഖ്യ പറയുമ്പോൾ ഇരട്ട സംഖ്യ പറഞ്ഞ നിർബന്ധമൊന്നുമില്ല. ആ ക്വസ്റ്റ്യൻ്റെ എണ്ണം അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് 2 തരത്തിലുള്ള മോഡലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ ഇരട്ട സംഖ്യയാണ്, ഈ പറഞ്ഞിരിക്കുന്ന ഇരട്ട സംഖ്യ. അങ്ങനെ ഇവിടെ ഇരട്ട സംഖ്യ പറഞ്ഞിരിക്കുന്നു, ഇവിടെയും ഇരട്ട സംഖ്യ. ഇവിടെ ഇപ്പോൾ ഒറ്റ സംഖ്യ പറഞ്ഞിരിക്കുന്നു, ഈ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ വല്ല ഒറ്റ സംഖ്യ ആയിരിക്കാം. അങ്ങനെയുള്ള കറക്റ്റ് പ്രൊപ്പോർഷൻ വന്നാൽ നിങ്ങൾ ഓർക്കുക, ആ പറഞ്ഞിരിക്കുന്ന ശരാശരിനെ മിഡിൽ നമ്പറായിട്ട് എടുക്കണം. അപ്പോൾ മാത്രമേ എടുക്കാവൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കാം, ഇരട്ട സംഖ്യയാണ്, ഈ തന്നിരിക്കുന്നതും ഇരട്ട സംഖ്യയാണ്. അപ്പോൾ നമ്മുടെ 5 സംഖ്യകളുണ്ടല്ലോ, 5 സംഖ്യകളിൽ മിഡിൽ നമ്പറായിട്ട് ആരെ എടുക്കാം? 60 എടുക്കാം. അപ്പോൾ 5 സംഖ്യയിൽ ഒരെണ്ണം കിട്ടി, നടുക്കത്തെ സംഖ്യ കിട്ടി. ഇത് നടുക്കത്തെ സംഖ്യ ആകണമെങ്കിൽ 5 സംഖ്യയിൽ ഒരു സംഖ്യയിൽ ഒന്നല്ലേ, ഈ 4 കൂടെ വരണ്ടേ? അപ്പോൾ ഇത് നടുക്കാണെങ്കിൽ ആ 4ൽ പകുതിയായ 2 സംഖ്യ ഇവിടെയും വരണം, 2 സംഖ്യ ഇവിടെയും വരണം. മനസ്സിലായോ? അപ്പം നമുക്ക് നോക്കാം. 60 കഴിഞ്ഞ് ഇങ്ങോട്ട് പുറത്തോട്ട് നോക്കി എത്രയാണ്? 60ൻ്റെ ഇപ്പുറത്തോട്ട് ഇരട്ട സംഖ്യ എത്ര? 58. പിന്നെ എത്ര? 56. ഇതിന് ഇപ്പുറത്തോട്ട് നോക്കാനാണെങ്കിലോ 62. എത്ര? 64. അപ്പോൾ നമുക്ക് 5 സംഖ്യയും കിട്ടി. എഴുതുന്ന രീതി മനസ്സിലായോ? അങ്ങനെ മിഡിൽ നമ്പറായിട്ട് എടുക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം കറക്റ്റ് ആയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടോ കാണിച്ചുതരാം. അപ്പം ഇതിനകത്ത് ചോദ്യം ചെറിയ സംഖ്യ ഏതെന്നാണ്. അപ്പോൾ ഇത്രയും ഈ സംഖ്യയുടെ അത് ചെറുതാരാ? നമ്മുടെ 56 ചെറിയ സംഖ്യ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ ഏ ഓപ്ഷനിലേക്ക് നോക്കിക്കേ, 56 കിടപ്പുണ്ട്. ചെറിയ ക്വസ്റ്റ്യൻ ആയിരുന്നു, വളരെ ചെറിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. കിട്ടിയോ? ഓക്കെ. ചോദ്യം വായിക്കുക. 90, 87, 96, 99, 93, 102ൻ്റെ മാധ്യവും മീൻ എന്ന് പറയുന്ന അതും മധ്യമവും മീഡിയനും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക ഏത്?
ഇവിടെ രണ്ടാളെ കണ്ടുപിടിക്കണം. മാധ്യം അഥവാ മീൻ കണ്ടുപിടിക്കണം, മധ്യമം അഥവാ മീഡിയൻ കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം ആ മീൻ ഒന്ന് കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് മീനാണ്. എങ്ങനെയാണ് മീൻ കണ്ടുപിടിക്കുക? കുറേ സംഖ്യകൾ ഇങ്ങനെ തന്നാൽ എങ്ങനെയാണ് മീൻ കണ്ടുപിടിക്കുക? അതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. ഏതാണ് ഈ 90, 87 എല്ലാം കൂടെ കൂട്ടി എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പം 90 + 87 + 96 + 99 + 93 + 102 ഡിവൈഡഡ് ബൈ എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 6 ഒബ്സർവേഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഡിവൈഡ് ബൈ 6. സാധാരണ കുറച്ച് സംഖ്യകൾ തന്നിട്ട് മാധ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? അതെല്ലാം കൂടെ കൂട്ടുക, അതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ മുകളിലുള്ള ഇതെല്ലാം കൂടെ കൂട്ടണം. ആദ്യം ഇതെല്ലാം കൂടെ കൂട്ടുക, സൈഡിൽ എഴുതി കൂട്ടി നോക്കുക. അപ്പം നമുക്ക് 567 കിട്ടും. ഡിവൈഡഡ് ബൈ എത്ര? 6. ഡിവൈഡ് ചെയ്യാൻ അറിയാമെങ്കിൽ 567 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് 94.5 കിട്ടും. ഇങ്ങനെയാണ് അതിൻ്റെ മീൻ കണ്ടുപിടിക്കുക. മനസ്സിലായല്ലോ? തന്നിരിക്കുന്ന ഒബ്സർവേഷൻ എല്ലാം കൂടെ കൂട്ടുക, എണ്ണം കൊണ്ട് ഹരിക്കുക. ഇനി നമ്മൾ ഈ തന്നിരിക്കുന്ന ഒബ്സർവേഷൻ്റെ തന്നെ, ഈ തന്നിരിക്കുന്ന ആളെ തന്നെ ഈ തന്നിരിക്കുന്ന ഒബ്സർവേഷൻ്റെ മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോകണം. എന്താണ് മീഡിയൻ എന്ന് വെച്ചാൽ? നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പോകുന്ന മധ്യമം അഥവാ മീഡിയൻ. മീഡിയൻ എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷനെ അസെൻഡിങ് ഓർഡർ അഥവാ ഡിസെൻഡിങ് ഓർഡർ ഏതെങ്കിലും എഴുതുക. എന്താണ്? ആരോഹണക്രമം അഥവാ അവരോഹണക്രമം, രണ്ടിൽ ഏത് എഴുതിയാലും കുഴപ്പമില്ല. എന്താണ് ആരോഹണക്രമം? ആരോഹണക്രമം എന്ന് വെച്ചാൽ ചെറുത് മുതൽ വലുത് വരെ, അവരോഹണം എന്ന് വെച്ചാൽ വലുത് മുതൽ ചെറുത് വരെ. എങ്ങനെയാണ് എഴുതാം? ഇപ്പം ഞാനിതിവിടെ ആരോഹണക്രമം അഥവാ അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്ന ആളെ എഴുതുകയാണ്. അപ്പോൾ അസെൻഡിങ് ഓർഡർ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം ഏറ്റവും ചെറുത്, ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറുതാരാണ്? 87 ഏറ്റവും ചെറുത്. തന്നിരിക്കുന്ന സംഖ്യകൾ നോക്കി ഏറ്റവും ചെറുതാര 87. 87 കഴിഞ്ഞാൽ പിന്നെ ആരാണ്? 87 അങ്ങ് വെട്ടിക്കളഞ്ഞു. 87 അങ്ങ് വെട്ടിക്കളഞ്ഞു. 87 അവിടെ നിന്ന് വെട്ടിക്കളഞ്ഞു. ഇനി 87 പോയി കഴിഞ്ഞാൽ പിന്നെ ചെറുതാരാണ്? 90 ഉണ്ടല്ലേ? ആ 90 ഞാൻ വെട്ടിക്കളഞ്ഞു. ഇനി ചെറുതാരാണ്? 93. ഓക്കെ. പിന്നെ ആരാണ്? 96. പിന്നെ 99. പിന്നെ 102. അങ്ങനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതുമ്പോൾ ഒത്ത നടുക്ക്, ഈ സംഖ്യകളെ ഒത്ത നടുക്ക് ഒരു സംഖ്യ ഉള്ളെങ്കിൽ അതിൻ്റെ പേര് മീഡിയൻ എന്നാണ്. പക്ഷെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഈ ലാസ്റ്റത്തെ രണ്ടും വെട്ടിക്കളഞ്ഞു കേട്ടോ, പിന്നെ അടുത്ത വെട്ടിക്കളഞ്ഞു. അപ്പോൾ നടുക്കായിട്ട് പറഞ്ഞാൽ 2 സംഖ്യകളുണ്ടല്ലേ. അപ്പോൾ 2 സംഖ്യ നമുക്ക് നടുക്ക് വന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഒറ്റ സംഖ്യയാണെങ്കിൽ അയാളെ മീഡിയനായിട്ട് എടുക്കാം. അപ്പോൾ 2 സംഖ്യയാണ് എന്ത് ചെയ്യണം? ആ 2 സംഖ്യ നമ്മളൊന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. 93, 96. അപ്പോൾ 2 സംഖ്യ വന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ആ 93ഉം 96ഉം കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ 93 + 96/2. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇങ്ങനെ അസെൻഡിങ് ഓർഡർ അഥവാ ഡിസെൻഡിങ് ഓർഡർ എഴുതുമ്പോൾ മധ്യഭാഗത്തായിട്ട് ഒരു സംഖ്യ വരുന്നുണ്ടെങ്കിൽ അയാളുടെ പേര് മീഡിയൻ. ചിലപ്പോൾ 2 സംഖ്യ വന്നാൽ ആ 2ഉം കൂടെ കൂട്ടി പകുതി എടുക്കണം. 93ഉം 96ഉം കൂടെ കൂട്ടി പകുതി എടുക്കുമ്പോൾ എത്ര ഇടാം? 94.5 തന്നെ കിട്ടാം. കൂട്ടിയിട്ട് പകുതി എടുത്ത് നോക്കിക്കൊള്ളുക. മനസ്സിലായോ? ഇനി നമ്മുടെ ചോദ്യം വായിച്ചേ. നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഈ മാധ്യവും എന്ന് വെച്ചാൽ കിട്ടിയിരിക്കുന്ന ഈ മീൻ, ഈ കിട്ടിയിരിക്കുന്ന മീഡിയൻ, ഇവ തമ്മിൽ പ്ലസ് ചെയ്യണം. എന്ന് വെച്ചാൽ 94.5 രണ്ടും കൂടെ പ്ലസ് ചെയ്യുക. എത്ര കിട്ടി നമുക്ക്? 189 എന്നാണ് ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം, 11 സംഖ്യകളുടെ ശരാശരി 66. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ചേർത്ത സംഖ്യ ഏത്? ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. എന്ന് വെച്ചാൽ ടീച്ചർ കൂടെ വരുമ്പം അല്ലേ, ഇപ്പോൾ 20 കുട്ടികളുണ്ട്, കുട്ടികളുടെ ശരാശരി 17 വയസ്സാണ്, ടീച്ചർ കൂടെ വന്നപ്പോൾ 18 എന്നൊക്കെ പറഞ്ഞു ചെയ്തിരിക്കുന്ന ആ മോഡൽ തന്നെ, വ്യത്യാസമൊന്നുമില്ല. അപ്പം ഞാനിതിനെ 2 തരത്തിൽ ചെയ്ത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഒറിജിനൽ മെത്തേഡ്. ഈ ഒറിജിനൽ മെത്തേഡ് കാണിച്ചു തരുന്നത് മിക്കപ്പോഴും ഷോർട്ട് മെത്തേഡുകൾ മിക്കവരും മറന്നുപോകും. ഒറിജിനലാണ് ഓർത്തിരിക്കുക. അപ്പം അങ്ങനെ ഒറിജിനൽ ചെയ്താലും മതി. ചോദ്യം വായിക്കുമ്പോൾ എന്ത് മനസ്സിലാവും? 11 സംഖ്യകളുടെ ശരാശരി 66. അപ്പോൾ 11 സംഖ്യകളുണ്ട്, ശരാശരി എത്ര? 66. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എണ്ണവും തന്നിട്ടുണ്ട്, ശരാശരിയും തന്നിട്ടുണ്ട്. അപ്പോൾ ആകെ എങ്ങനെ കണ്ടുപിടിക്കും? 11 × 66. അപ്പോൾ 11 സംഖ്യകളുടെ ശരാശരി 66 ആണെങ്കിൽ 11 സംഖ്യകളുടെ ആകെ എത്ര? 11 × 66 നമ്മൾ ഗുണിക്കുമ്പോൾ 726 കിട്ടി. അപ്പോൾ 11 സംഖ്യയുടെ ശരാശരി 66. ഇനി നമ്മൾ മറ്റൊരു പറഞ്ഞാൽ 11 സംഖ്യയുടെ ഒരു പേപ്പർ എഴുതി കൂട്ടിയാൽ നമുക്ക് അവിടെ എത്ര കിട്ടാം? 726 കിട്ടാണ് തുകയെന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു സംഖ്യയോട് ചേർത്തു എന്ന് വെച്ചാൽ 11 സംഖ്യ ഉണ്ട്. ഇപ്പോൾ ഒരു സംഖ്യയോട് ചേർന്നപ്പോൾ എത്ര സംഖ്യയായി? 12 സംഖ്യയായി.
ഇപ്പം ശരാശരി എത്രയുണ്ട്? വീണ്ടും നമ്മൾ ഒന്നുകൂടെ ശരാശരി എടുത്ത് നോക്കിയപ്പം ശരാശരി 72ആയി. എന്ന് വെച്ചാൽ 12 സംഖ്യയുടെ ശരാശരി 72 എന്ന് വെച്ചാൽ അവയുടെ ആകെ എത്രയായിരിക്കാം? 12 ഇൻറ്റു 72. 12 ഇൻറ്റു 72 നമുക്ക് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് 864 കിട്ടും. ഇനി നിങ്ങൾ ചെറുതായിട്ട് സാധാരണ ഉള്ള ഒരു സിമ്പിൾ മാത്സിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്? നിങ്ങൾ ആലോചിച്ചേ, 11 സംഖ്യകളുടെ തുക എടുത്തപ്പോൾ 726 കിട്ടി. ഒരു സംഖ്യയുടെ വന്നപ്പോൾ തുക എടുത്തപ്പോൾ 864 കിട്ടി. അപ്പോൾ ആ പുതിയ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കാമെന്ന് ഇവ തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ പോരെ? 864 മൈനസ് 726 തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതി. നമുക്ക് 138 കിട്ടും ആൻസർ. കണ്ടോ? നമ്മുടെ ഈ ഓപ്ഷനിലേക്ക് നോക്കിക്കേ, 132 കാണാൻ പറ്റുന്നുണ്ടോ? അതാണ് നമ്മുടെ ആൻസർ. ഇത് തന്നെ നമുക്ക് ഇങ്ങനെ ഇൻഡ്യൂ ചെയ്യാതെയൊക്കെ ചെയ്യാം, വളരെ എളുപ്പത്തിൽ ചെയ്യാം. 2-3 മെത്തേഡ് ഉണ്ട്, അതിലൊരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒന്നുകൂടെ ആ ചോദ്യം എഴുതുകയാണ്. നമ്മൾ പറഞ്ഞു 11 സംഖ്യയുടെ ശരാശരി 66 നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ കിട്ടി, നേരത്തെ പറഞ്ഞോളൂ. ഒരു സംഖ്യയുടെ വന്നപ്പോൾ 12ആയി, ശരാശരി എത്രയായി? 72ആയി. ഇത് ചോദ്യത്തിനകത്തുള്ളതാണ്. ഇനി നമ്മളിങ്ങനെയുള്ള വൺ വേർഡ് പെട്ടെന്ന് ഷോർട്ട് മെത്തേഡ് പറയുന്നു. ഈ 66ഉം 72 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 6 അല്ലേ? 66 + 6 = 72. ആ 6 കൊണ്ട് നമ്മുടെ 11 ഗുണിക്കുക. ഈ 11 അല്ലെങ്കിൽ 12 ഗുണിച്ചാലും മതി കേട്ടോ. 12 ഗുണിച്ചാലും നമുക്ക് ആൻസർ കിട്ടും, അത് വേറെ കാര്യം. 2 വരെ വേണം ഗുണിക്കും. 11 ഗുണിച്ചപ്പോൾ 66 കിട്ടി അല്ലേ? 66ൻ്റെ കൂടെ നേരെ അതിൻ്റെ ഡയഗണലായിട്ടുള്ള സംഖ്യ, നേരെ ഡയഗണലായിട്ടുണ്ടോ? 12 ആണെങ്കിൽ ഇങ്ങോട്ട് പോകും. അപ്പം 11ൻ്റെ നേരെ ഡയഗണൽ കിടക്കുന്ന 72ആണ്. ആ 72 കൂടെ എടുത്തിട്ട് പ്ലസ് ചെയ്താൽ മതി. വേറൊന്നും ചെയ്യേണ്ട. 66 + 72 138ആണ്. മനസ്സിലായി? അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏത് തന്നെ ആൻസർ കിട്ടുന്നത്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് അങ്ങനെ ഷോർട്ട് മെത്തേഡായിട്ട് നമുക്ക് ചെയ്യാം. ഇതിൻ്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ മോഡൽ കൂടെ നിങ്ങളുടെ പ്രീവിയസ് വന്നിട്ടുണ്ട്, അത് ഞാനിതിനൊപ്പം തന്നെ ചേർക്കുന്നുണ്ട്, നോക്കുക. പന്ത്രണ്ട് കളികൾ കഴിഞ്ഞപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ ശരാശരി റൺസ് 49ആണ്. 13ാമത്തെ കളിയിൽ എത്ര റൺസ് എടുത്താലാണ് അയാളുടെ ശരാശരി 50 റൺസ് ആകുന്നത്? ഇപ്പോൾ ചെയ്ത പോലെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ അത് 2 മെത്തേഡിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇപ്പോൾ ആദ്യം എത്ര? 12 കളികളാണ്, ശരാശരി എത്രയാണ്? 49. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു 12 കളിയിൽ ശരാശരി 49 ആണെങ്കിൽ അവയുടെ ആകെ എത്രയായിരിക്കും? 12 ഇൻറ്റു 49. അത് നമ്മൾ 12 ഇൻറ്റു 49 കണ്ടുപിടിക്കുക, അത് 588 കിട്ടും. വീണ്ടും 13ാമത്തെ കളിയിൽ എത്ര റൺസ് എടുത്താലാണ് അയാളെ ശരാശരി 50 എന്ന് പറയുമ്പോൾ 13 കളി കഴിയുമ്പോൾ അയാളെ ശരാശരി എത്രയായി? 50. അപ്പോൾ നമ്മൾ അങ്ങനെ 50 എടുക്കുക. 13 കളിയായപ്പോൾ ശരാശരി എത്രയായി? 50ആയി. മനസ്സിലായോ? അപ്പോൾ എത്ര? 13 കളിയിൽ നിന്ന് എത്ര റൺസ് നേടിയിട്ടുണ്ട് അയാൾ? 13 ഇൻറ്റു 50. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 650 കിട്ടി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞാൽ ആലോചിച്ചേ, 12 കളിയിൽ നിന്ന് ആകെ റൺസ് 558, 13 കളിയിൽ നിന്ന് ആകെ റൺസ് 650. അപ്പോൾ 13ാമത്തെ കളിയിൽ എത്ര റൺസ് നേടി എന്നറിയാൻ വേണ്ടി നമ്മൾ വ്യത്യാസം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എടുത്താൽ മതി. 650 മൈനസ് 588. മനസ്സിലായോ? ഇപ്പോൾ എത്ര കിട്ടും? 62 റൺസ് എന്ന് കിട്ടും. മനസ്സിലായോ? ഇനി എന്താണ്? അവിടെ ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് കാണാം, സി എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് കിടപ്പുണ്ട് 62 റൺസ്. അത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഷോർട്ട് മെത്തേഡിലും ചെയ്യാം. എങ്ങനെയാണ്? 12 കളികളിൽ എത്രയാണ്? 49. 13ാമത്തെ കളിയിൽ 50 ആകണം, നമ്മൾ 50 എടുത്തു. നേരത്തെ പറഞ്ഞ പോലെ വരാം. വ്യത്യാസം എത്രയാണ്? 1 വ്യത്യാസം അല്ലേ? അപ്പോൾ 1 കൊണ്ട് ഗുണിച്ചോ. 1 ഇൻറ്റു 12, 12. അതിൻ്റെ ഡയഗണൽ കിടക്കുന്ന ആരാ? 50. പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടാം? 62. കണ്ടോ? എങ്ങനെ ചെയ്താലും മതി. പിന്നെ ഇങ്ങനെ ഷോർട്ട് മെത്തേഡ് കാണിക്കുന്നത് നമുക്ക് എളുപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ചിലർ മറന്നു പോകുന്നതുകൊണ്ടാണ് ഒറിജിനൽ മെത്തേഡ് കാണിക്കുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, 10 സംഖ്യയുടെ ശരാശരി 23ആണ്. ഇതിലെ ഓരോ സംഖ്യയോടും 4 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയുടെ ശരാശരി എത്ര? ഇതൊരു വളരെ ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന 10 സംഖ്യകളുണ്ട്, അവയുടെ ശരാശരി എത്ര? 23ആണ്. ഇനി നിങ്ങൾ ഓർത്തോണം, ഇതിൽ ഓരോ സംഖ്യയോടും 4 കൂട്ടിയാൽ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകളുണ്ട്. ഇപ്പോൾ 10 സംഖ്യ, 100 സംഖ്യ, 60 സംഖ്യ, എത്ര സംഖ്യ ആയിക്കോട്ടെ, ആ സംഖ്യയെ എല്ലാ സംഖ്യയോടും കൂടെ ഒരു നിശ്ചിത സംഖ്യ കൂട്ടിയെന്ന് വിചാരിക്കുക. 4 കൂട്ടി, 5 കൂട്ടി, അല്ലെങ്കിൽ 8 കൂട്ടി. എന്നാൽ
പുതിയ ശരാശരി ചോദിക്കുമ്പോൾ ശരാശരിയുടെ കൂടെ നിങ്ങൾ ആ 4 കൂട്ടിയാൽ മതി. ഇപ്പം എല്ലാ സംഖ്യയിൽ നിന്നും 5 കുറച്ചാൽ പുതിയ ശരാശരി ചോദിച്ചാൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് തന്നിരിക്കുന്ന ശരാശരിയിൽ നിന്നും 5 കുറച്ചാൽ മതി. എല്ലാ സംഖ്യകളെയും 2 കൊണ്ട് ഗുണിച്ചു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ശരാശരിനെ 2 കൊണ്ട് ഗുണിക്കണം പുതിയ ശരാശരിക്ക്. എല്ലാ സംഖ്യകളെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പുതിയ ശരാശരിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ശരാശരിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ പ്രത്യേകം ഓർത്തണം, ഇതിൽ ആ ഒരു വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ഓരോ സംഖ്യയോടും എന്നൊരു വാക്കുണ്ട്. എല്ലാ സംഖ്യയോടും അഥവാ ഇതിലെ ഓരോ സംഖ്യയോടും 4 കൂട്ടിയാൽ. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 23 എടുക്കുക. നമ്മുടെ ശരാശരി ഇപ്പം 23 അതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഈ കൂട്ടിയ സംഖ്യ 4 തന്നെ കൂട്ടിയാൽ മതി, വേറൊന്നുമില്ല. 27 തന്നെ നമ്മുടെ ആൻസർ. മനസ്സിലായോ? അപ്പോൾ പ്രത്യേകം വാക്ക് ഓർത്തിരുന്നോണം, അതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ നോക്കി, ഓപ്ഷൻ കിടപ്പുണ്ട് 27 എന്നുണ്ടോ? ഓക്കെ, ചോദ്യം വായിക്കുക. ഒരു കുടുംബത്തിലെ 5 പേരുടെ ശരാശരി ഉയരം 160 സെൻറ്റിമീറ്റർ ആണ്. ഇതിൽ 4 പേരുടെ ഉയരം യഥാക്രമം 163, 160, 161, 162 എന്നിങ്ങനെയാണ്. അഞ്ചാമത്തെ ആളുടെ ഉയരം എത്ര? അപ്പോൾ നമുക്ക് ആ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ 5 പേരുടെ ശരാശരി ഉയരം 160 എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം 5 പേരുടേത് 160 ആണ്. അപ്പോൾ 5 പേരുടെ ശരാശരി 160 എന്നാണ്. അപ്പോൾ ആകെ എത്രയായിരിക്കും? ആകെ കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെ പഠിച്ചിരിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന ശരാശരി ഇൻറ്റു എണ്ണം. അപ്പോൾ നമുക്കെങ്ങനെ പറയാം? 160, 5 ഇൻറ്റു 160 എത്രയാണത്? 800. അപ്പം 5 പേരുടെ ഉയരം കൂട്ടിയപ്പോൾ 5 പേരുടെ ഉയരം നമ്മളൊരു പേപ്പർ എഴുതി കൂട്ടിയപ്പോൾ 800 എന്ന് കിട്ടിയെന്നർത്ഥം. കിട്ടിയോ? ഇനി അതിൽ 4 പേരുടെ എത്രയാണ്? 163, 160, 162 എന്നൊക്കെയാണ് അല്ലേ? അപ്പോൾ ആ 4 പേരുടെ ആകെ ഉയരം ചോദിച്ചാൽ നമുക്ക് അതിൽ അങ്ങോട്ട് പ്രസ് ചെയ്താൽ പോരെ. ഏതൊക്കെ? 163 പ്ലസ് 160 പ്ലസ് 161 പ്ലസ് 162. അത് കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 646 കിട്ടി. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച്, 5 പേരുടെ ആകെ ഉയരം എന്ന് വെച്ചാൽ എത്രയാണ്? 5 പേരുടെ ആകെ ഉയരം എന്ന് വെച്ചാൽ എത്രയാണ്? 800. ഇതിൽ 4 പേരുടെ എത്രയാണ്? 646. അപ്പം നമുക്ക് ഒരാളുടെ കണ്ടുപിടിക്കാൻ ഇവ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ 800 മൈനസ് 646 അവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണത്? 154. നമ്മുടെ സി ഓപ്ഷനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 154 കിടപ്പുണ്ട്. കണ്ടോ? അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. 24 പേരുള്ള ടീമിലെ ശരാശരി തൂക്കം 50 കിലോഗ്രാം ആണ്. 40 കിലോഗ്രാം തൂക്കമുള്ള ഒരംഗം പോയി പകരം മറ്റൊരാൾ വന്നപ്പോൾ ശരാശരി തൂക്കം 1/2 കിലോഗ്രാം കൂടി. പുതുതായി വന്ന ആളുടെ തൂക്കം എത്ര? ഇത് ഞാനിപ്പോൾ ഒറിജിനൽ മെത്തേഡ് കാണിച്ചു തരും. ഇതിനൊരു വളരെ എളുപ്പമുള്ളൊരു 1 വേർഡ് ഉണ്ട്. അത് മനസ്സിലാകാതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒറിജിനൽ ഞാൻ കാണിച്ചിട്ട് 1 വേർഡ് കൂടെ പറഞ്ഞുതരാം. ഇപ്പം എന്താ ആദ്യം പറയുന്നത്? 24 പേരുള്ള ടീമിലെ ശരാശരി തൂക്കം 50 ആണ്. അപ്പോൾ 24 പേരുണ്ട്, ശരാശരി എത്രയാണ്? 50 ആണ്. എങ്കിൽ അവരുടെ ആകെ എത്രയായിരിക്കും? നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ ശരാശരിയെ എണ്ണം കൊണ്ട് ഗുണിക്കണം. എന്ന് വെച്ചാൽ 24 ഇൻറ്റു 50 എന്ന് വെച്ചാൽ നമുക്ക് ആകെ തൂക്കം 1200 എന്ന് കിട്ടി. എന്നാൽ 24 പേരുടെ ആകെ ഭാരം എത്രയാണ്? 1200. ശരാശരി എണ്ണവും കൂടെ ഗുണിക്കുമ്പോൾ എപ്പോഴും ആകെ കിട്ടും. അപ്പോൾ 24 പേരുടെ ആകെ ഭാരം 1200 വെച്ച് എന്ത് മനസ്സിലായി? 24 പേരുണ്ടെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ ആ 24 പേരുടെയും വ്യത്യസ്തമായ ഭാരമായിരിക്കും. ചിലപ്പോൾ 50, 60, 70 ഒക്കെ ഉണ്ടാകും, 30 ഉണ്ടാകാം. ഇതെല്ലാം കൂടെ എഴുതി കൂട്ടുമ്പോൾ 1200 കിട്ടിയെന്നർത്ഥം. ഇനി ഒരാൾ പോയി ഒരാൾ വന്നു അല്ലേ? നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചേ. ഒരംഗം പോയി, അത് 40 കിലോഗ്രാം, അതവിടെ കിടന്നോട്ടെ. നമുക്ക് പറയാം ഒരാൾ പോയി ഒരാൾ വന്നു. അപ്പോൾ എണ്ണം എത്ര തന്നെ? 24 തന്നെ അല്ലേ? മാറ്റം ഉണ്ടോ? നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പം നിങ്ങൾ പഠിച്ച സ്കൂളിൽ 30 പേരുണ്ടെന്ന് വിചാരിക്കുക. ഒരാൾ പോയി വേറെ ക്ലാസ്സിൽ പകരം വേറെ ആൾ വന്നു. അപ്പോൾ എത്ര പേര് തന്നെ ഉണ്ട്? 30 പേരുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാൾ പോയി ഒരാൾ വന്നു, വ്യത്യാസമില്ല. പക്ഷെ അങ്ങനെ ഒരാൾ പോയി ഒരാൾ വന്നപ്പം ശരാശരി മാറി. എന്താ? 1/2 കിലോഗ്രാം കൂടി. എന്ന് വെച്ചാൽ 50 ആയിരുന്നു ശരാശരി, 1/2 കിലോഗ്രാം കൂടി 50.5 ആയി. മനസ്സിലായോ?
അപ്പം എത്രയായിരിക്കും ഭാരം? ആകെ ഭാരം 24 ഇൻറ്റു 50.5. നമുക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ 1212 കിട്ടാം. ഇത്രയും കാര്യം മനസ്സിലായ ശേഷം നമുക്ക് ഇനി പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ചോദ്യം ഒന്ന് വായിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നതിനകത്ത് 2-3 കാര്യം ഞാൻ പറഞ്ഞേക്കട്ടെ. എന്താണ്? ആദ്യം ഉണ്ടായിരുന്ന 24 പേരുടെ ഭാരമാണ്, ആകെ ഭാരമാണ് 1200. ഇതിനകത്ത് ഒരാൾ പോയിട്ട് ഒരാൾ വന്നപ്പോൾ ഉള്ള ആകെ ഭാരമാണ് 1212. ഈ 2 കാര്യം മനസ്സിൽ വെച്ചേക്കണം. ഇനി നമുക്കൊന്ന് പറയാം. ഇപ്പം നമ്മൾ പറഞ്ഞു, നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന പോലെ നമ്മൾ തുടങ്ങുകയാണേ. നമുക്ക് എങ്ങനെ പറയാം? ആദ്യം ഇപ്പം എത്രയുണ്ട് ആകെ ഭാരം? ഇപ്പം ആദ്യം ഇനിഷ്യൽ സ്റ്റേജ് 1200 ആണ് ആകെ ഭാരം. ഈ 1200 ഉണ്ടായിരുന്നപ്പോഴത്തേക്കാണ് 40 കിലോഗ്രാം ഉള്ള ഒരാൾ പോയി. 40 കിലോഗ്രാം ഉള്ള ഒരാൾ പോയെന്ന് വെച്ചാൽ നമ്മൾ അയാളെ മൈനസ് ചെയ്യണമെന്നർത്ഥം. അയാളെ അവിടെ നിന്ന് കുറച്ച് കളയണം. ഇനി പകരം മറ്റൊരാൾ വന്നു, അയാളെക്കുറിച്ച് നമുക്കറിയില്ല. അയാളെ ഞാൻ എക്സ് എന്ന് എടുത്തു. പുതുതായിട്ട് വന്നിരിക്കുന്ന ആളെ നമ്മൾ ആഡ് ചെയ്യണം. നമ്മളൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പ്ലസ് ചെയ്യണം. കണ്ടോ? അങ്ങനെ ഒരാൾ പോയി മറ്റൊരാൾ വന്നപ്പോൾ പുതിയ ഭാരം എത്ര? ആ പുതിയ ഭാരമാണിത് 1212. ഒരാൾ പോയിട്ട് മറ്റൊരാൾ വന്നപ്പോൾ ഉണ്ടാകുന്ന ആകെ ഭാരം അതാണ് 1212. ഇതിനകത്ത് നമുക്ക് എക്സിനെ സോൾവ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എക്സിനെ പിടിക്കാൻ എന്ത് ചെയ്യണം? 1212 ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. ഈ -40 അപ്പുറത്ത് പോകുമ്പോൾ എത്രയാവും? +40 ആവും. ഈ +1200 അപ്പുറത്ത് പോകുമ്പോൾ എത്രയാവും? -1200 ആവും. നിങ്ങൾക്ക് അതെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 52 എന്ന് കിട്ടും. നിങ്ങളുടെ ഓപ്ഷൻ ഡി നോക്കിക്കേ. ഡി എന്ന് പറയുന്ന ഓപ്ഷനിൽ കിടപ്പുണ്ട് 52 കിലോഗ്രാം ഭാരമുള്ള ഒരാളാണ് പുതുതായിട്ട് വന്നത്. ഇതാണ് അതിൻ്റെ ഒറിജിനൽ മെത്തേഡ്. ഇതിന് ഷോർട്ട് മെത്തേഡ് അത്ര എളുപ്പമാണ്. ഇത് മനസ്സിലാകാതെ കൊണ്ട് ചെയ്യരുത് കേട്ടോ, അത്ര എളുപ്പമാണ്. നമുക്ക് ഷോർട്ട് മെത്തേഡ് ഒന്ന് പറഞ്ഞു നോക്കാം. ചോദ്യം അവിടെ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. ചോദ്യം ഞാൻ വായിക്കുന്നില്ല. ഇതെങ്ങനെയാണ് ഷോർട്ട് മെത്തേഡ് ചെയ്യുക? ഇതിനകത്ത് പലപ്പോഴും ഇങ്ങനെ ഉണ്ടാവും, ഒരാൾ പോയി മറ്റൊരാൾ വന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, പോയത് എത്ര കിലോഗ്രാം ഉള്ള ആളാണ്? 40 കിലോഗ്രാം ഉള്ള ഒരാളാണ് പോയത്, ഇല്ലേ? ഈ 40 കിലോഗ്രാം ഉള്ള ഒരാൾ പോയി, പകരം ഒരാൾ വന്നു. അപ്പോൾ എണ്ണത്തിൽ മാറ്റമില്ലെന്ന് മനസ്സിലായി. എണ്ണം എത്ര തന്നെയാണ്? 24 തന്നെ. പക്ഷെ എന്ത് സംഭവിച്ചു? അയാൾ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എന്തായി? 1/2 കിലോഗ്രാം ഭാരത്തിൽ വ്യത്യാസമുണ്ട്, അല്ലേ? ശരാശരിയിലാണ് കൂടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ 24 പേർക്കും 1/2 കിലോഗ്രാം വെച്ച് കൂടിയെന്നർത്ഥം. അങ്ങനെയാണ് എൻ്റെ അർത്ഥം. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 50 പേരുണ്ട്. നിങ്ങളുടെ ശരാശരി മാർക്ക് 30 ആയിരുന്നു. ഇപ്പോൾ ടീച്ചർ എല്ലാം കൂടെ ഒന്നുകൂടെ പേപ്പർ നോക്കി കഴിഞ്ഞപ്പോൾ 32 ആയെന്ന് വെച്ചാൽ ഒരാൾക്ക് 2 മാർക്ക് കിട്ടിയെന്നല്ല, നിങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും കൂടെ 2 മാർക്കിൻ്റെ വ്യത്യാസമുണ്ട് ശരാശരിയിൽ. അപ്പോൾ ഇതുപോലെ 1/2 കിലോഗ്രാം കൂടി എന്ന് പറയുമ്പോൾ എന്താണ്? 24 പേർക്കും 1/2 കിലോഗ്രാം കൂടി. നിങ്ങൾ ആലോചിച്ച് 24 പേർക്കും 1/2 കിലോഗ്രാം കൂടി എന്ന് വെച്ചാൽ എന്താണ്? 24 ഇൻറ്റു 1/2, മൊത്തം എത്ര കിലോഗ്രാമിൻ്റെ വ്യത്യാസം അവിടെ വന്നു? 2 കിലോ 12 കിലോഗ്രാം ആകെ അവിടെ വ്യത്യാസം വന്നു. മുമ്പുണ്ടായിരുന്നേക്കാളും 12 കിലോഗ്രാം കൂടുതലുണ്ടായി. ആ 12 അങ്ങോട്ട് കൊടുക്കുക. ഇവിടെ കൂടി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മളിവിടെ പ്ലസ് കൂടെ കൊടുത്തേക്കുക. 40 + 12 എത്ര? 52. ഇത്രയുള്ള അതിൻ്റെ ആൻസർ. നമ്മൾ നേരത്തെ ചെയ്ത ഡി ഓപ്ഷൻ തന്നെ നമ്മുടെ ആൻസർ 52. ഓക്കെ.